ആർഎൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. രഘു നിങ്ങൾക്കൊപ്പം. ശ്രീഭദ്ര നാഗക്കളം എഴുത്തുപാട്ടിൻ്റെ സംഘത്തിൻ്റെ ഒരു വീഡിയോ, നാഗക്കളം പാട്ടിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ശ്രീഭദ്രയുടെ എല്ലാമായ ഷീബയുമായി നമ്മളൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഒരു റിക്വസ്റ്റ് വയ്ക്കുകയുണ്ടായി. തിരക്കിനിടയിലും ഷീബ നമ്മൾക്കൊപ്പം അല്പം സമയം കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഷീബയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്ക് നമുക്ക് മടങ്ങാം. നമസ്കാരം ഷീബ. ഷീബ, നമ്മളിപ്പോൾ ഈ കളമെഴുതി പാട്ട് നടത്തുന്നത് ശരിക്കും നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം? ഇതിന്റെ പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർപ്പക്കാവുള്ളിടത്തൊക്കെ അത് നശിച്ച് പോയിട്ടുണ്ട്. അപ്പൊ നമുക്കത് 7 തലമുറ സർപ്പശാപം നിൽക്കുന്നെന്ന് പറയാം. അപ്പൊ അതിന്റെ പ്രതിവിധിയായിട്ടാണ് ഇപ്പൊ നമ്മൾ നാഗങ്ങളെ പാട്ടുപാടി കളമെഴുതി ഉണർത്തി നമ്മൾ കൊണ്ടുവന്ന് അതിന്റെ സർപ്പ ദുരിതങ്ങൾ മാറ്റുന്നത് നമ്മൾ നാഗക്കളമെഴുത്തുപാട്ട്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 തലമുറ ഇങ്ങോട്ടുള്ള സർപ്പശാപങ്ങളൊക്കെ നമുക്ക് തീർന്നു കിട്ടും. വഴിവാഹനം അത് കളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മളുടെ ഓരോ തറവാട്ടിലത്തെ ദോഷങ്ങളും നമ്മൾക്ക് തീർന്നു പോകും. കളം കൊടുക്കാന്ന് വെച്ചപ്പോ നമ്മള് തറവാട്ടമ്പലത്തിൽ കളം കൊടുക്കും. നമ്മുടെ ഇവിടുത്തെ അമ്പലമാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കളം അവര് സമർപ്പണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവര് ആ കളം കയ്യേൽക്കും. എന്താ വെച്ചാൽ നമ്മള് കളം കൊടുത്തവരെ കളം കയ്യേൽക്കാൻ വിളിക്കും. അപ്പൊ നമ്മള് അവരെ കൊണ്ട് കളയേൽപ്പിച്ച് കഴിഞ്ഞാൽ വഴിപാടായിട്ടാണ്. അപ്പൊ ആ വീട്ടിലത്തെ സർപ്പ ദുരിത ബാധകൾ ഉണ്ടെങ്കിൽ നമ്മൾക്കത് നീങ്ങിപ്പോവും. എന്തായാലും നമുക്ക് അടുത്ത കൊല്ലം ആണ്ടിക്കോളിന്റെ ഉള്ളിൽ നമുക്ക് ആ ദുരിതങ്ങൾ തീർന്നു പോകും. തിരിച്ച് നമ്മള് വീണ്ടും അടുത്ത കൊല്ലം നമ്മൾ ഈ കളം കൊടുക്കണ്. അപ്പൊ നമുക്ക് അങ്ങനെ തുടർന്ന് പോകുമ്പോ നമ്മുടെ തറവാട്ടിലായിട്ട് സർപ്പ ദുരിത ബാധകൾ ഉണ്ടാവില്ല. ആവാദിച്ച് സർപ്പങ്ങള് അവിടുന്ന് പോയിണ്ടാവില്ല. അത് പോവില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു വീട് പണിത് കഴിഞ്ഞ ആ വീട്ടിൽ നിന്ന് നമുക്ക് 2 മക്കളോ 4 മക്കളോ ഉണ്ടെന്ന് വെക്കി. അന്നേരം അവർ 2 പേര് ഇപ്പൊ പുറം ലോകം നമ്മളെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 10-15 വയസ്സൊക്കെ ചിലർ നാട് വിട്ടു പോകുന്നുണ്ട്. തിരിച്ച് അവർക്ക് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അച്ഛനമ്മമാർക്ക് അവർക്ക് അറിയില്ല. പിന്നീട് വരുന്ന സമയത്ത് അവരെത്ത എവിടേക്കാ അവരെ ഭൂമിയിലവിടേക്ക്. ഇവിടെയല്ല ഞങ്ങളെ താമസമായിരുന്ന. അന്നേരം അവിടെ വരുമ്പോ വീടും ഇല്ല കൂട്ടിയില്ല ഒന്നുമില്ല. അവര് വേറെ വല്ലയിടത്തേക്ക് മാറിയില്ല. അപ്പൊ അവര് തിരിച്ചു വരുന്നത് അവരെ വീട്ടിലേക്കല്ല വരിക. അന്നതുപോലെ തന്നെ സർപ്പങ്ങളെ നമ്മൾ ആവാദിച്ച് മാറ്റി പോയാലും അവിടെ നിന്ന് അത് പൂർവികമായിട്ടുള്ള സർപ്പക്കാവ് ഉണ്ടായിരിക്കും. അതെന്തായാലും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവിടെ വീട് പണിത് കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് ദോഷം ദുരിതങ്ങളൊക്കെ ഉണ്ടാവും. അതെന്ന് പറഞ്ഞത് എന്റെ അച്ഛൻ്റെ അച്ഛൻ കളമെഴുത്തുപാട്ടായിരുന്നു. അച്ഛൻ കളമെഴുത്തുപാട്ടായിരുന്നു. അമ്മ കളമെഴുത്തുപാട്ട്. എൻ്റെ അമ്മയുടെ അച്ഛൻ എല്ലാവരും അറിയണതിന് രാഘവപ്പുള്ള എന്ന് പറയും. കളമെഴുത്തുപാട്ട് തന്നെയാണ്. അമ്മമാരൊക്കെ കളമെഴുത്തുപാട്ടാണ്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോ അവരെല്ലാവരും കളമെഴുത്തുപാട്ട് തന്നെയാണ്. അപ്പൊ എനിക്ക് അന്നൊന്നും അറിയുണ്ടായില്ല. 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 18 വയസ്സിൽ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾക്ക് ഇതിങ്ങനെ കുട്ടിപ്പാടി നടന്നു. മോൻ ഇതേപോലെ തന്നെ ഒരു 6-7 വയസ്സിൽ അവൻ ഈ പൊടിയിട്ട് തുടങ്ങി. എന്താ വെച്ചാ അവൻ അച്ഛൻ്റെ മടിയിൽ കിടന്നിട്ടാണ്. എനിക്ക് 2 മക്കളാണ്. അപ്പൊ നമുക്ക് ഇതിനെ പോവാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ 2 മക്കളെയും കൊണ്ട് പോവും. അപ്പൊ അന്ന് മോനെ ഒരു 9 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവനെ കൊണ്ട് വലിയ കുറുമ്പൊന്നുമില്ല. അപ്പൊ അച്ഛൻ ചമ്മണപ്പടിയിട്ടിരിക്കും. ചമ്മണപ്പടിയിൽ ഇവനെ കിടത്തും. അപ്പൊ അച്ഛൻ്റെ വീണാരെ പൂ കൊണ്ട് ഇങ്ങനെ കളിച്ച് അവൻ ഇന്ന് മൊബൈലിൽ കുട്ടികൾ കാണണം. അന്ന് അവൻ ഈ പാട്ടിന് കേട്ടിട്ട് അവന്റെ ചേട്ടിലൊക്കെ വെച്ച് മൈന. അപ്പൊ ഒരു 6-7 വയസ്സായപ്പോ ഞങ്ങക്ക് ലളിതകല അക്കാദമി തൃശ്ശൂര്. അപ്പൊ ഞങ്ങള് ഇവനെ കൊണ്ടുപോയി. ഇവൻ അവിടെ ചെന്നിട്ട് പൊടി ഈ ചിരട്ട കൊണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ
അത് കഴിഞ്ഞതിന് ശേഷം അവനെ അവിടെ സർട്ടിഫിക്കറ്റ് കിട്ടി. 6-7 വയസ്സിൽ കിട്ടി. ഇപ്പൊ ആള് എല്ലാ കാര്യങ്ങളും ആൾക്കറിയാം. ആളാണ് നമ്മളിൽ കൂടെ ഇപ്പൊ അറിയപ്പെടേണ്ട. ആൾക്ക് കളമെഴുത്തുപാട്ട്, ആള് വീട്ടില് പൊടിയോണ്ട് എല്ലാവരും ദേവീദേവന്മാരെ ഒരു 68 കളം ആള് വരച്ചു കഴിഞ്ഞു. ദേവീദേവന്മാരെ, അതായത് നമ്മുടെ കളല്ല, കളം കൂടാണ്ടുള്ള ദേവീദേവന്മാരെ ആള് വരച്ച്. ഞങ്ങൾക്ക് പഴയ വീടുണ്ട്, ആ പഴയ വീടിന്റെ ഉള്ളിലാണ് അവൻ വരയ്ക്കുക. ആ വരയ്ക്കണതടക്കം അവൻ എടുത്തിട്ടാണ് ഇത് വരയ്ക്കുക. എന്താ വെച്ചാ അല്ലെങ്കിൽ പറയില്ല ഇത് അവൻ വരച്ചതല്ലാന്ന്. അപ്പൊ വര തൊട്ടിട്ട് തന്നെ അവൻ എടുത്തു കാണിക്കും. പിന്നെ അച്ഛന്റെ 60-ാം പിറന്നാളായപ്പോ അച്ഛന്റെ വീണെടുത്ത് പാടണത് അവൻ പൊടി കൊണ്ട് വരച്ചിട്ട് ഇന്ന് നമ്മൾ ഫോട്ടോ വീട്ടിലുണ്ട്. അപ്പൊ ആരും വിശ്വസിക്കില്ല പൊടി കൊണ്ട് വരച്ചതാണ്. അത്രയും ആള് നല്ല കലാകാരൻ. അതെ അതെ അതെ, അവനെ കൈവരം. അത് കാരണം ഒരുപാട് അവനെ ഇതേപോലെ സ്പെഷ്യൽ കളങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഒന്ന് വീണ, ഒന്ന് പുള്ളോർക്കുടം, ഒന്ന് നമുക്ക് താളം. താളം എന്ന് പറഞ്ഞാൽ താളം. സ്ത്രീകള് അതിപ്പോ സ്ത്രീകളും വായിക്കും, ആണുങ്ങളും വായിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കിട്ടിയിരിക്കുന്നത് പുള്ളൊത്തിക്കുന്നു നമുക്ക് ഈ പുള്ളോർ കുടത്തിന്റെ അതിന് ഐതിഹ്യം ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ കാരണന്മാരായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടാ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മുക്കാനായിട്ട് വാരസ്യാര്, ശരിക്കും പറയാ വെച്ചാ വാരസ്യാർക്കാണ് ഇതായിട്ട് വെള്ളം മുക്കാനായിട്ട് ആള് കടലിൽ ചെന്നതാണ്. അപ്പൊ ചെന്നപ്പോ കാണ്ടാർവാനം തീ എത്തിച്ച് കിടക്കുന്ന സമയമാണ്. അപ്പൊ നാഗങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് വന്നു. അങ്ങനെ ഈ വാരസ്യാര് വെള്ളം മുക്കാനായിട്ട് ചെന്നപ്പോ നിറച്ച് നാഗക്കുഞ്ഞുങ്ങളാ. അപ്പൊ വാരസ്യാരോട് പറയും ഞങ്ങളെ ഈ കുടത്തില് കൊണ്ടുപോരും ചോദിക്കും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുടത്തില് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്ന് രാജാക്കന്മാരൊക്കെ ഭരിക്കണ ഭരണല്ലേ, അപ്പൊ അവരൊന്നും കാണാൻ പാടില്ല. അവരൊക്കെ ആയിട്ടല്ലത് കാണ്ടാർവാനം തീ എത്തിച്ചത്. അപ്പൊ പറയും എനിക്കത്ത മക്കള് നിങ്ങൾ കുടത്തില് കയറിക്കോളാൻ പറയുന്നു. അങ്ങനെ ആള് ഈ നാഗങ്ങളൊക്കെ കുടത്തില് കയറി. കുടത്തില് കയറിയതിന് ശേഷം താമര ഇല കൊണ്ട് ഇതിന്റെ വായും മൂടി കെട്ടി, താമര തണ്ടുകൊണ്ട് ചുറ്റോറം കെട്ടിയിട്ട് ആള് ഉടുത്ത മുകളിലത്തെ മുണ്ട് ചുരുട്ടി ആള് തലയിൽ വെച്ച് പോന്നു. അപ്പൊ നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതിരത് പറയല്ല, നമ്മൾ പാടുന്നുണ്ട്. എല്ലാറ്റും കുറുപ്പുണ്ട്, കണിയാർ പണിക്കരുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഇതില് പോകുമ്പോ വാരസാരോട് ചോദിച്ചു, വാരസാര് എന്താ കുടത്തിലെന്ന് ചോദിച്ചു. അപ്പൊ അതില് വെള്ളാന്ന് പറഞ്ഞു. അപ്പൊ വെള്ളം എന്താണ് വായുമൂടി കൊണ്ട് കെട്ടിക്കുന്നു ചോദിച്ചു. അപ്പൊ അവര് വന്നത് അഴിച്ചു നോക്കിയപ്പോ അപ്പടി നാഗങ്ങളാണ്. അപ്പൊ നാഗങ്ങളായിന്ന് കണ്ടപ്പോ അവര് തുറന്നു വിട്ടു. അതിലെ ഒരു നാഗത്തിന്റെ തല മുറിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോ പറഞ്ഞു ഈ വാൽഭാഗം കൊടുത്തു. വാലൊരിക്കലും തല വരില്ലല്ലോ, തല പിന്നെയും നമുക്ക് വാലായിട്ട് വരും. വാൽഭാഗം കൊടുത്തു, ഇത് കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നല്ല കണ്ണീരോട് കൂടിയിട്ട് ഈ വാരസ്യാര് ഈ കുടം കൊണ്ട് പോന്നു വീട്ടിൽ വന്നതിന് ശേഷം ചിത്രക്കുടക്കല്ലിന്റെ ഉള്ളില് വെച്ചു കഴിഞ്ഞിട്ട് പൂജാതിക കർമ്മങ്ങളൊക്കെ കൊടുത്തു. അവിടെ നിന്ന് 7 ദിവസം കഴിഞ്ഞപ്പോ വാരസ്യാര് ചെന്നിട്ട് ഇത് തുറന്നു നോക്കിയപ്പോ പത്തിയോട് പടം നിർത്തിയിട്ടാണ്. അപ്പൊ തലയും വന്നു, വാലും വന്നു, ഒക്കെ വന്നു. അപ്പൊ അന്ന് കൊടുത്തിട്ടുള്ള വരാണ് ഈ പുള്ളോർ കുടം. അതായത് വാരസ്യാരെ മാറ്റി പുള്ളോത്തി ഈ കുടം കൊണ്ട് എവിടെ ചെന്നാലും അഷ്ടിക്കും പുഷ്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മെൽഗതി എന്നാ ഇത് എടുക്കില്ല. അപ്പൊ അതന്നെ നിത്യജീവിതത്തിന് ഈ ഇത് പുള്ളോത്തിയായിട്ട് സ്വീകരിച്ചു കൊണ്ടുവരണം പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഒരുവിധം ഐതിഹ്യം. പിന്നെ നമ്മള് വീണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരദനെ പാടിയിട്ട് വേണം ശിവൻ ഉറങ്ങണമെങ്കിൽ കൈലാസത്തിൽ. അപ്പൊ നോക്കുമ്പോ അന്ന് നാരദൻ എത്തിയില്ല. ശിവനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണാരെ സ്വരം കേൾക്കാണ്ട് ഉറങ്ങാനും പറ്റണില്ല. അപ്പൊ നോക്കും ആകെ വിഷമത്തിലായപ്പോ ഈ ദർഭപ്പുല്ലുകൊണ്ട് ഒരു വീണ ഇതാക്കി, എന്നിട്ട് ആ സ്വരം കേട്ടിട്ടാണ് ഉറങ്ങിയത്. അപ്പൊ ശിവൻ അന്ന് വരം കൊടുത്തതിന് ഈ കൈലാസ വീണന് നമ്മൾ താളം എന്ന് പറയുന്നത് നമ്മളെന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ മഹാവിഷ്ണുവിന്റെ താളം. അതാണ് നമ്മള് വീണയും കുടം താളം. അതാണ് നമ്മുടെ ഐതിഹ്യത്തിൽ മൂന്നെണ്ണം.
വീണ കുടം താളം. അത് നമ്മള് കുടപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ മേളക്കാരെ കാര്യം പറഞ്ഞ പോലെ 2 ചണ്ട കൂടുതലാണെന്ന് പറയുന്ന. അപ്പൊ നമ്മള് മെയിനായിട്ട് നമ്മൾ അതിന്റെ പാട്ടിനെയും കളത്തിന്റെ ഒക്കെ ഇമ്പം കിട്ടാനാണ് നമ്മൾ 2 കുടം, ഒരു വീണ, ഒരു താളം. അതായിട്ട് കുറയും അതിന് വേണ്ടി ആ ഭംഗിയായിട്ട് കിട്ടും. അതാണ് നമ്മളെ ഇത്. അതന്നെ ശ്രീഭദ്ര നാഗക്കളം എഴുത്തുപാട്ട് സംഘം ചേർത്തതിലുള്ള ഞങ്ങളിപ്പോ 7 ആളുണ്ട്. ഇപ്പൊ ഞങ്ങളെ പരിപാടി ഇപ്പൊ ഒരുവിധം കഴിഞ്ഞില്ല. ഇപ്പൊ ഞങ്ങള് ഒരു അഞ്ചെത്തിര മരുവനുണ്ട്, ആള് കട്ടപ്പനയിലാണ്. അപ്പൊ ആള് ഒരു 2 ദിവസം മുന്നേ പോയി, വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോ നമ്മൾക്ക് സ്ഥിരമാകുമ്പോ ആള് വരും. ഇനിയിപ്പോ ഒരു കന്നിമാസം കഴിയണം നമുക്ക്. കന്നിമാസത്തിൽ ഇപ്പൊ 3-4 കളങ്ങളൊക്കെ ഉള്ളു. അത് കഴിഞ്ഞ് പിന്നെ ആള് അവിടെ വരും. പിന്നെ ഞങ്ങള് അല്ലല്ല, ആയില്യൊന്നും നോക്കണില്ല. അത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി നമ്മൾ ആൾക്കാരോട് പറയാം, ആയില്യം കൊടുത്തു കഴിഞ്ഞാൽ ആയില്യം നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്ത നമ്മൾ പിറന്നാള് അണ്ടപ്പിറന്നാള് പോലെയാ. അതായത് ആയില്യത്തിന്റെ അന്നാണ് ജനിച്ചത്. അപ്പൊ നമ്മൾ ജനിച്ച ദിവസം നോക്കിയിട്ട് പിറന്നാള് നമ്മൾ ആഘോഷിക്കും അല്ലേ. അതൊരു വർഷം നമുക്ക് ആഘോഷിക്കാണ്ടാകുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്ത്രം കിട്ടാണ്ടാകുമ്പോ നമുക്കത് വിഷമായില്ലേ. അപ്പൊ ഞങ്ങൾ പരമാവധി ആയില്യം നോക്കണ്ടെന്ന് ആൾക്കാരോട് പറയും. പിന്നെ ഇപ്പൊ ഓരോ തറവാട്ടമ്പലത്തിലൊക്കെ പ്രതിഷ്ഠ അതിനനുസരിച്ചിട്ടാ അവരെ ദേവിയില് മറ്റുള്ളവരെ പ്രതിഷ്ഠ അനുസരിച്ചിട്ടാണ് ഇപ്പൊ സങ്കല്പം. ഇല്ലില്ല, അത് നമ്മൾ തുള്ളാനും ഇവര് പുറത്തൊന്നും വിളിച്ചില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ 41 ദിവസം നോൻപെടുത്തിട്ട് വീടുകളിൽ നിന്ന് ഇരുത്തുക. ഇപ്പൊ എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് അതിനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഇപ്പൊ അവരെ കൂലിക്ക് വിളിക്കുന്നത് തന്നെയാണ്. അത് കുറെ ആൾക്കാരുണ്ട്. തറവാട്ടിലെ കുട്ടികളാണ് അത് മിക്കവാറും ദിക്കിലൊക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാ എന്റെ മോൻ ആദ്യമായിട്ട് തന്നെ കളം എടുത്തതാണ്. എന്താ വെച്ചാ ഞങ്ങൾക്ക് ആ ഡേറ്റിന് ഞങ്ങൾക്കും വന്നു കളം. ഞങ്ങൾ സ്ഥിരം നടത്തുന്ന കളം വന്നു. അതായത് മകര 26-ാം തീയതി ഞങ്ങൾക്ക് കളം സ്ഥിരമുണ്ട്. അന്ന് തന്നെ നമുക്ക് മകരമാസം ഉത്രട്ടാതി വന്നു. അപ്പൊ മോൻ എന്നോട് പറഞ്ഞു, അപ്പൊ 2 കളം നമുക്ക് വിടാൻ പറ്റില്ല. അപ്പൊ ഒരു 10-28 കൊല്ലായിട്ട് ഞങ്ങള് ഈ മകര 26-ാം തീയതി നടത്തുന്നത്. അന്ന് നമ്മള് ഈ പെരിഞ്ഞനം ചെമ്പത്തിക്കാവ് എന്ന് പറയും. അപ്പൊ ചെമ്പത്തിക്കാവിന് ഞങ്ങൾക്ക് കളം വന്നു കഴിഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഇത് മുരളിയേട്ടൻ എന്റെ ഭർത്താവിന്റെ അച്ഛനായിട്ട് നടത്തുന്ന പരിപാടിയാ, അത് ഉപേക്ഷിക്കാൻ പറ്റില്ല, പാരമ്പര്യമായിട്ട് നടത്തുന്ന. നിങ്ങളപ്പോ വേറെ ആൾക്കാരെ അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞു, 2 ശിവച്ച് എനിക്ക് നമുക്ക് വിഷ്ണുവിനെ ഒന്ന് വിടുവിച്ചു. വിഷ്ണു തന്നെ കളം എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ ഞാനോ അല്ലെങ്കിൽ അച്ഛനോ കൂടിയിട്ട് വരണം. അപ്പൊ അത് കാരണം കൊണ്ട് മോൻ എല്ലാം അറിയാവനെ, അവന്റെ കൂടെ ഒരാൾ കൊട്ടാനൊക്കെ വേണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, അമ്മേ ഞാൻ പോയി നടത്തിക്കോളാം, അമ്മമ്മേനെയും കൊണ്ട് മാമനെയും കൊണ്ട് ഞാൻ നടത്തിക്കോളാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് തന്നെയല്ലേ പോണത്, അത് നാട്ടുകാർ നടത്തുന്ന അമ്പലമാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോടത് പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അച്ഛനില്ല. അപ്പൊ കളം പാട്ടും കൊട്ടും പായനൊക്കെ റെഡിന്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഒന്നും പറയാൻ പോലെ പറഞ്ഞു. ഇല്ല ശിവജി ഞങ്ങൾ പറയില്ല. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് കളം എഴുതുന്നെങ്കിലും എന്റെ മനസ്സ് മുഴുവനും അവിടെയാണ്. എന്താ വെച്ചാൽ ഞാൻ അപ്പൊ വിചാരിച്ചു, ഭഗവാൻ എന്റെ നാഗദൈവങ്ങളെ എന്റെ മോന്റെ അടുത്ത് സാന്നിധ്യം ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നിന്നിട്ട്. അപ്പൊ ഫസ്റ്റത്തെ കളം കഴിഞ്ഞു കഴിഞ്ഞപ്പോ 3 കളം എന്ന് വെച്ചാൽ അവൻ തന്നെ പാടണം. മറ്റത് ഞങ്ങൾ പോകുമ്പോ അച്ഛനവനും കൂടിയിട്ട് പാടുമ്പോ അവനത്ര ക്ഷീണം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾക്ക് അടുപ്പിച്ച് കളമാണ്. അങ്ങനെ ഫസ്റ്റത്തെ കളം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു, എന്നെ വിളിച്ചപ്പോ ഞാൻ ചുറ്റുമോനെ പാട്ട് കുറെ പാടി വെച്ചു. ഇല്ല അമ്മ, 4ാമത്തെ പാട്ടിന് തുള്ളി വന്നു എന്ന് പറഞ്ഞു.
സമാധാനമായി. രണ്ടാമത്തെ കളം കഴിഞ്ഞിട്ട് തിരിച്ച് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഈ പാട്ട് പറയാം? ഇല്ല അമ്മ, മൂന്നാമത്തെ പാട്ടിന് തുള്ളി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനം, ഇനി ഒരു കളമല്ലോ. അപ്പോൾ അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവരെ സാന്നിധ്യം ഉണ്ടാവണേന്നാണ്. മൂന്നാമത്തെ കളം വരച്ച് കഴിഞ്ഞപ്പോൾ, വര കഴിഞ്ഞ് പൂജ കഴിഞ്ഞപ്പോൾ നമ്മുടെ കളത്തിൻ്റെ ഉള്ളിൽ കൂടെ പാമ്പിന് വരുന്നത്. യശി കളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇത്ര നീളത്തിലുള്ള പാമ്പിന് വരുന്നത്. അത് ഇഴഞ്ഞ് അങ്ങനെ തന്നെ നേരെ നിന്ന് കാവിരിക്കാണ്ട് കയറി. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ പാമ്പ് വന്നു കളത്തിലെന്ന് പറഞ്ഞു. ഞാൻ നമ്മോട് ഒന്ന് അത്രയും വിഷമിക്കുന്നുണ്ട്. ഞാൻ സാന്നിധ്യം ഉണ്ടാവണമെന്ന് വിചാരിച്ചത്, അത് സാന്നിധ്യമായിട്ട് തന്നെ അവർ പ്രത്യക്ഷപ്പെട്ടു. അന്നേരം എല്ലാവരും നമസ്കരിക്കലായി. അപ്പോൾ പറഞ്ഞു, വിഷ്ണു ഇനി അധികം പാടൊന്നും വേണ്ട, നമുക്ക് 2 പാട്ട് പാടി അവസാനിക്കാമെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ സാക്ഷാൽ നമ്മൾ കൊടുക്കുന്ന ആൾ പ്രതിഷ്ഠപ്പെട്ടില്ലേ, അപ്പോൾ അതിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. പിന്നെ അതേപോലെ തന്നെ മോന് നല്ല വിശ്വാസം കൂടല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ 2 മക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് 10ാമത്തെ കൊല്ലത്തിലാണ് പ്രസവിച്ചത്. ഇത് കൂടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ എന്നാലും പറയുന്നു. അപ്പോൾ മോളതേപോലെ തന്നെ ഒരു വയസ്സായപ്പോൾ കൊണ്ടുപോകാനായിട്ട് ആളുടെ ഒപ്പം ആളില്ല. അപ്പോൾ പെങ്ങൾക്ക് വരാൻ പറ്റാണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് അവിടെ തറവാട്ടിൽ നിന്നൊക്കെ കുട്ടികളെ ഇരുത്തുക. അപ്പം നമ്മളൊരു 3-4 കുട്ടികളൊക്കെ ഉണ്ടാവും. അത് വാടാനപ്പുള്ളി ചിലങ്കര അറ്റത്തുനിന്ന് മറ്റെന്താ ആലുന്താളെന്ന് പറയാൻ പറ്റുന്നത് വരും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികളെ ഉടുപ്പിക്കാൻ ആണുങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പം എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞു, ചേട്ടനും ചേച്ചിയും പാടുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ വന്നിട്ട് കുട്ടികളെ ഉടുപ്പിച്ച് കിട്ടി എഴുന്നൂറ്റിച്ച് കഴിയുമ്പോഴേക്കും അവർ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ 4 കുട്ടികളെ ഉടുപ്പിച്ച്, അപ്പം ഞാൻ വരുന്ന ഒരു അച്ഛൻ മോളെ എടുത്തു, വേറെ 2 ആണുങ്ങളുണ്ട് കുടം കൊട്ടാനുണ്ട്. അത് കഴിഞ്ഞ് എഴുന്നള്ളിച്ച് വന്നതിന് ശേഷമായപ്പോൾ ഇവരെത്തിയിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞു, എനിക്കറിയാം മോളെ പിടിക്കണ്ട. അപ്പം എന്നോട് പറഞ്ഞു, നീ എന്താ ചെയ്യുക, അവർ പാടാൻ വേണ്ടി തിക്കും തിരക്ക് കിട്ടണം, മോളെ ചോറൊന്നുമില്ല. അങ്ങനെ ഒരു കണക്കിന് അവൾ ചെറിയൊരു ഒച്ച കേൾക്കുമ്പോഴേക്കും എനിക്കും. ഞാനൊരു കണക്കിന് പറഞ്ഞു മോളെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ തന്നെ ടവലെടുത്ത് ഇപ്പുറത്തേക്ക് ഞാൻ ടർക്കിയെടുത്ത് മോളെ ബാക്കിലേക്ക് കിടത്തിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. എന്താ വെച്ചാൽ പാട്ട് പാടാനായിട്ട് കുടം വെച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള ചിന്തകളൊന്നും എൻ്റെ മനസ്സിലില്ല. അതിലേക്ക് മാത്രം നമുക്ക് അവിടെ ഭർത്താവുണ്ടോ മക്കളുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ലവരുണ്ടോ അത് എൻ്റെ മനസ്സിലില്ല. ഞാൻ അതിലേക്ക്, എനിക്ക് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ അതിലേക്ക് ലയിച്ചിരുന്ന് എനിക്ക് അവരെ ഇഴയണത് പോലും കാണാം. അതായത് അവരെ ഇഴഞ്ഞ് നടക്കുന്നത് കളിക്കണതൊക്കെ എനിക്ക് കാണാം. അപ്പം നമ്മുടെ ശ്രദ്ധ തെറ്റാതെ എനിക്കിരിക്കണം. അപ്പം ഞാൻ മോളെ ബാക്കിലേക്ക് കടത്തിയിട്ട് പറഞ്ഞു, എൻ്റെ നാഗത്താന്മാരെ നിങ്ങൾ കാത്തോളണം, എൻ്റെ കണ്ണ് മുന്നിലിരിക്കുന്നു, അപ്പോൾ പിന്നിലേക്ക് നിങ്ങൾ കാത്തോളണേ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പാടാൻ. പക്ഷെ അവൾ 2 പാട്ട് കഴിഞ്ഞവർക്ക് അവൾ ഉറങ്ങി. അവളെ ഉറക്കണ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു പാത്രം വീണാൽ മതി അപ്പോഴേക്കും അവളെ എനിക്ക് കരയും. നല്ല സ്പീക്കറൊക്കെ വെച്ചിട്ട്. അപ്പോൾ വേഗം അവിടെ നിന്ന് 2 പാട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചിയും ചേട്ടനും വന്ന് അവർ പിന്നിലേക്ക് നോക്കി മോളെ കിടത്തിക്കണ്. മോള് നല്ല വണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ അവളെ കവളത്ത് ചക്കര എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഈ തലയ്ക്കാമ്പുറത്ത് ചിറ്റി കിടക്കണത് പാമ്പ. അത് ചിറ്റി ഇങ്ങനെ കിടക്കുക. അപ്പം എന്നോട് വേഗം ചേച്ചി പറഞ്ഞു, ഷിബ മോളുടെ തലയ്ക്കാമ്പുറത്ത് പാമ്പ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ചേച്ചിയെ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് അതിലും ഭയങ്കരമായ വിശ്വാസമല്ല നമുക്ക്. അത് കഴിഞ്ഞ് ആലിന്റെ ഉള്ളിലേക്ക് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് കാര്യങ്ങൾ ഈ നാഗക്കളമെഴുത്തുപാട്ട് സംഘത്തിന്റെ പുറകിലുള്ള ആ ഗ്രൂപ്പിന്റെ എത്ര കണ്ടുള്ള ഒരു വർക്കാണ് അതിന്റെ പിന്നിൽ നടക്കുന്നതെന്നും മറ്റുള്ളവർക്കും എല്ലാം മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചതിനും വളരെയധികം സന്തോഷം. പിന്നെ പ്രേക്ഷകർക്ക്, സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നല്ലപോലെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഷീബ ഇവിടെ എല്ലാം വിവരിച്ചിരിക്കുന്നത്. ഷീബയ്ക്കുണ്ടായ അനുഭവങ്ങളാണ് ഇവിടെ ഷീബ നമ്മൾക്ക് മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ എത്രയും വേഗം ചെയ്യുക. അതുവരേക്കും ആർ വ്ലോഗ് സൈനിങ് ഓഫ്. Paradiso.